ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ട് വഴി ഇറക്കുമതി ചെയ്ത ഡവിൻ്റെ ഒരു ഫാമിലി പാക്കാണ്. ഇത് ഫാമിലി പാക്ക് ആണെങ്കിലും ഇതിൽ 8 സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ 8 മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് എക്സ്പെൻസ് കുറച്ച് മേടിക്കാൻ പറ്റുന്നതാണ് ഈ ഡവ് ബാറുകൾ. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഒറ്റ ബാറായിട്ട് മേടിക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് രൂപയാവും. ഡവ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സോപ്പാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മേടിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാശ് ഇത് 896 ആണെങ്കിൽ അത്രയൊന്നും ആയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധനങ്ങൾ മേടിക്കുക എന്നുണ്ടെങ്കിൽ ചിലവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തൊന്ന് കാണിക്കാം. ടിങ് ടിങ്. യെസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1 2 3 പിന്നെ ഈ സൈഡിൽ 4 5 6 പിന്നെ 2 സോപ്പ് ഞാൻ പുറത്തെടുത്തു. അങ്ങനെ 8 ബാഴ്സാണ് ഉള്ളത്. അപ്പോൾ ഒരു സോപ്പ് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 120 രൂപയുടെ സോപ്പാണ് കേട്ടോ ഒരു സോപ്പ്. നമ്മൾ ഇങ്ങനെ പാക്കറ്റ് മേടിക്കുമ്പോഴത്തേക്ക് നമുക്കിത് ലാഭമേ ഉള്ളൂ. എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കി മേടിക്കുക. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം കൂടുതൽ ആഡഡ് ആണ് ഇതിൽ. അതുകൊണ്ടാണ് ഞാൻ ഡവ് മേടിക്കുന്നത്. pH ബാലൻസ് പോകാൻ നമ്മളിപ്പോൾ എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഞാൻ സോപ്പ് മാറ്റി. ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 1 വർഷം മുഴുവൻ സിന്തോൾ യൂസ് ചെയ്തത്. നല്ല സോപ്പായിരുന്നു, പച്ച സിന്തോൾ, നല്ല തണുപ്പാണ്. അത് കഴിഞ്ഞിട്ട് 1 വർഷം മുഴുവൻ ഹമാമി യൂസ് ചെയ്തു. അത് രണ്ടും യൂസ് ചെയ്തത് എനിക്ക് സ്കിന്നിൽ കുറച്ച് ആക്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ വലിയ മണമൊന്നും ഉള്ള സോപ്പ് ഉപയോഗിക്കേണ്ട കാര്യം വന്നില്ല. നോർമലായിട്ടുള്ള 2 സോപ്സാണ് ഇത് രണ്ടും. അതിനുശേഷം ഈ വർഷത്തേക്കായിട്ട് ഞാൻ മേടിച്ചതാണ് ഈ ഡവ്. അപ്പോൾ ഈ 2 മാസത്തേക്കായിട്ട് 2 സോപ്പ് എടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ ബാക്കിയുള്ള 6 സോപ്പുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഡവ് ക്രീം ബാർ 120 രൂപയുടെ സോപ്പൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അഫോർഡബിൾ അല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് മേടിച്ചു. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നതെന്ന് വെച്ചാൽ 125 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതേപോലെ ഇത് കണ്ടോ, 27/8/2024 മാനുഫാക്ചർ ചെയ്തതാണ്. 27 വരെ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ 896 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത്രയൊന്നും ആയില്ല കേട്ടോ, ഇതിനേക്കാളും കുറവേ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ശരിക്കും 1000 രൂപയ്ക്ക് ഞാൻ സോപ്പ് വാങ്ങിയത്. പക്ഷേ ഇത് ഈ ഒരു സോപ്പിൻ്റെ കാര്യം ഓർത്ത് 120 രൂപയുടെ 8 സോപ്പ് അപ്പോൾ എത്ര രൂപയായിരുന്നു ഓർത്ത് വയ്ക്കും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാഭമാണ്. അപ്പം നമ്മൾ കൺസിഡറബിളി ലാഭമാണ് കേട്ടോ. അപ്പോൾ ഡവ് പോലെ തന്നെ പിയേഴ്സാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചത്. അപ്പം നമുക്ക് അങ്ങനെ സോപ്സ് ഇങ്ങനെ മേടിക്കുന്നതാണ് കടയിൽ പോയി മേടിക്കുന്നതിനേക്കാളും ലാഭം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് എടുക്കുകയും ചെയ്യാം. അതേസമയം പൈസയും കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ മേടിച്ച് വയ്ക്കും നമ്മൾ തീർന്നു പോകുമ്പോൾ ആ സമയത്ത് ഇറങ്ങി ഓടുകയും വേണ്ട. സോപ്പ് തീരുന്നതൊക്കെ ഭയങ്കര കഷ്ടം, ചിലപ്പോൾ മറന്നൊക്കെ പോകാറുണ്ട് സോപ്പ് മേടിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഉപകാരം ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.